everyone, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സസ് ആണ്. അപ്പോൾ ഇൻവേഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? സി നമ്മൾ ഒരു കാര്യം അതായത് നമ്മളൊരു ആഡ് ചെയ്തു. അപ്പോൾ അതിനെ അൺഡു ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? അതേ നമ്പർ കൊണ്ട് തന്നെ സബ്ട്രാക്ട് ചെയ്യും അല്ലേ? സോ അഡീഷനും സബ്ട്രാക്ഷനും എന്താണ്? ഇൻവേഴ്സസ് ആണ്. അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എന്താണ്? ഇൻവേഴ്സസ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ബൈ 2 ചെയ്തു. ഓക്കെ, അപ്പൊ അതിനെ അൺഡു ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? അതിനെ ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്യണം അല്ലേ? ഡിവൈഡ് ബൈ 2ന്റെ പകരം സി നമുക്ക് മൾട്ടിപ്ലൈ ബൈ 1/2 എന്നും കൂടി ചെയ്തൂടെ? സോ ഈ 2ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 1/2. അപ്പൊ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സി ഇപ്പൊ ഞാൻ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് ആൻസർ എന്താ കിട്ടുക? 1 എന്നാണ് കിട്ടുക അല്ലെ? അതേപോലെ 2നെ ഞാൻ മൾട്ടിപ്ലൈ ബൈ 1/2 ചെയ്താലും എനിക്ക് ആൻസർ എന്താ വരിക? 1 എന്നാണ് വരിക അല്ലെ? സോ ഒരു നമ്പറിനെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 1 എന്നായിരിക്കും കിട്ടുക. ഓക്കെ, സോ നമുക്ക് ഒരു ഫ്രാക്ഷന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക എന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സ്വിച്ച് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇവിടെ a/b എന്നുണ്ട് അല്ലെ? സോ a/b എന്നുള്ള ഈ ഫ്രാക്ഷന്റെ എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്? എന്താ? b/a. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തു. ഇനി ഇവിടെ നോക്കുക 4/5. 4/5ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? 5/4. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ? സോ 4/5 മൾട്ടിപ്ലൈ ബൈ 5/4 എന്ന് ചെയ്യാം. സോ 4 × 5 എന്താണ്? 20 ആണ്. അതേപോലെ 5 × 4ഉം 20 ആണ്. സോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 20/20 എന്ന് കിട്ടി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 1 ആണ് അല്ലെ? ഓക്കെ, ഇനി 2/7ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? 7/2. അതേപോലെ 13/4ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? 4/13. 8/11ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സോ? 11/8. ഇനി 4 എന്നുള്ള ഒരു ഹോൾ നമ്പർ കൺസിഡർ ചെയ്യാം. അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? 4 എന്നുള്ള ഹോൾ നമ്പർ എന്ന് പറയുമ്പോൾ അതിന്റെ താഴെ അതിന്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? 1 ആയിരിക്കും. ഹോൾ നമ്പർ എന്ന് മാത്രമല്ല ഏത് ഇൻറ്റിജർ ആയാലും അതിന്റെ എന്താണ്? അതിന്റെ ഡിനോമിനേറ്റർ 1 ആയിരിക്കും. റൈറ്റ്? സോ 4നെ നമുക്ക് 4/1 എന്ന് എഴുതാം. റൈറ്റ്? സോ ഇനി നമുക്ക് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലെ? എന്താണ്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സ്വിച്ച് ചെയ്താൽ മതി അല്ലെ? സോ 4/1 അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/4 ആയിരിക്കും. ക്ലിയർ? സോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ള ഈ ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.